ഹായ്. ദിവസേന ഓരോ ആപ്പിൾ കഴിച്ചാൽ ഡോക്ടർമാരെ അകറ്റി നിർത്താല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പോഴൊരു ഒരു ആപ്പിൾ കയ്യിലെടുത്തോ, മണപ്പിച്ചോ, പിന്നെ ECG ആയി, സ്കാനായി, MRI ആയി, ബ്ലഡ് യൂറിൻ ടെസ്റ്റായി. ഇപ്പോഴത്തെ ഡോക്ടർമാർ പോലും പറയൂല നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന്. നമസ്കാരം, വീണിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. നമ്മൾ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ പിന്നെ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരുമെന്ന് എൻ്റെ ഓമനമ്മ എപ്പോഴും പറയാറുണ്ട്. അതും മുന്നിൽ 2 നാഴി അരിയുടെ പകിഞ്ഞ് ഞവടിക്കൊണ്ട്. അല്ലെങ്കിൽ ഉപദേശിക്കാൻ പ്രത്യേക പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും അമ്മുമ്മയ്ക്ക് ഇപ്പോഴത്തെ ഡോക്ടർമാരെയൊന്നും അത്ര പിടിക്കില്ല. അമ്മുമ്മയ്ക്ക് പണ്ടത്തെ വൈദ്യന്മാരാണ്. പറയും പുള്ളി കടിച്ച പാമ്പിനെ കൊണ്ടുവരെ വിഷം ഇറക്കിപ്പിക്കുന്ന ആളാണെന്ന്. പറയാനായിട്ടാ തോന്നും പാമ്പ് കടിച്ചിട്ട് മാളത്തിൽ പോയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കും. ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ സോറി പറഞ്ഞ് പോയി സിറിഞ്ചിട്ട് കുത്തി തിരിച്ചെടുത്തോണ്ട് വരായിരുന്നു. ഇത് വല്ലതും നമ്മൾ പറഞ്ഞു പോയാൽ ഉടനെ തർക്കുത്തരാവും. അയാൾ ചുട്ട കോഴ വരെ പറപ്പിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ കർത്താവേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ അൽഫാമൊക്കെ ഇങ്ങനെ പറന്നു കിടക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, പണ്ടൊക്കെ ഒന്ന് വീണൊന്ന് മുട്ടുമുറിഞ്ഞാൽ ഇത്തിരി കമ്മ്യൂണിസ്റ്റ് പറ്റ എടുത്ത് ഞവിടി അങ്ങോട്ട് വെച്ചാൽ തീർന്നു. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് തീരണതിന് മുമ്പ് അടി വീഴും. ഇത് നല്ലതാണോ ചീത്തയാണോ അവരെയാണോ പറയണേന്ന് പോലും അവന്മാർ ശ്രദ്ധിക്കില്ല. ശരിയാ, പണ്ടുള്ളവർ ഒറ്റമൂലിയിൽ വിശ്വസിച്ചിരുന്നു, ഇപ്പോൾ ഉള്ളവർ ആൻറ്റിബയോട്ടിക്കിൽ വിശ്വസിക്കുന്നു. വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ മരണം വരെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഡോക്ടർമാരുടെ കാര്യത്തിൽ സത്യമാണ്. ഡെയിലി എന്തോരം പുതിയ അസുഖങ്ങൾ. എനിക്കതല്ല ഡൗട്ട്, ഈ വക അസുഖങ്ങളൊന്നും അങ്ങ് പണ്ടുണ്ടായിരുന്നില്ലേ? പനി തന്നെ എന്തോരം വെറൈറ്റിയാണ്. ഡെങ്കിപ്പനി, എലിപ്പനി, ചെള്ളുപനി, കുരങ്ങുപനി, തക്കാളിപ്പനി, എന്തിന് പരീക്ഷ പേടിപ്പനി വരെ ഇപ്പം മരുന്നുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാണോ സവാളപ്പനിയും കിഴങ്ങുപനിയൊക്കെ വരണതെന്ന് മാത്രം. ഒന്നും വേണ്ട, നമ്മളെ വീട്ടിലെ കിണറ്റിൽ ഒരു തൊട്ടി വെള്ളം എടുത്ത് തലവകി ഒഴിച്ച അമീബിക് മസ്തിഷ്ക ജ്വരം. പണ്ടൊക്കെ നമ്മളെ മാമ്മമാർ എന്തോരം മുങ്ങാങ്കുകയിട്ട് കക്ക പറക്കി മണലൂറ്റിയൊക്കെ നടന്നപ്പം ഈ അമീബിക്ക് പള്ളിയിൽ പോയിരുന്നു. അതുപോലെ ചില അസുഖങ്ങൾക്ക് ഇടുന്ന പേരുമായിട്ട് യാതൊരു സാമ്യവും കാണൂല. ഫോർ എക്സാമ്പിൾ, ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞാൽ ചിക്കനുമായിട്ട് മുള്ളിയ തെറിച്ച പോലുമുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ടാവില്ല. വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടാലുണ്ടല്ലോ ഈ വക ഐറ്റംസ് ഒക്കെ നമുക്കുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു ദിവസം പരസ്പരം സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സീരിയലിലെ അമ്മച്ചിക്ക് ഒരു തലകറക്കം. ഇത് കണ്ട ഓമനമ്മയ്ക്ക് നെഞ്ചിനൊരു വേദന. യൂട്യൂബ് നോക്കി അസുഖങ്ങൾ തീരുമാനിക്കുന്ന കുടുംബമായതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ഇത് അറ്റാക്ക് തന്നെ നേരെ വീട്ടിനടുത്തുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. അത്യാവശ്യം അവിടുത്തെ പിഴിയലെല്ലാം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അമ്മുമ്മയ്ക്ക് ക്ലിത്തോ ഫ്ലോബിയയാണെന്ന്. ഇത് കേട്ടോർന്ന് അമ്മുമ്മ, മക്കളെ അമ്മുമ്മ പോയി എന്ന് എല്ലാവരുടെ വിളിച്ചു പറഞ്ഞു, ഈ അസുഖത്തിൻ്റെ പേരെൻ്റെ വായി വരൂല എന്ന്. അമ്മുമ്മയെ സമാനിപ്പിച്ചിട്ട് നേരെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഒരു പച്ച വാൽ ട്യൂബ് ഗുളിയെടുത്ത് നാക്കിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തു. ഉച്ചയ്ക്ക് ഇത്തിരി കപ്പയും മീനും കഴിച്ചതിൻ്റെ ഏനക്കേട് കയറിയതായിരുന്നു ആ തള്ളയ്ക്ക്. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ മറ്റേ ക്ലിത്തോ ബ്ലോമിയ അത്യാവശ്യം വൈറലായതുകൊണ്ട് നമ്മളെ സുരമാമ ഒരു നീല ടാർപ്പാളമൊക്കെ വലിച്ചു കെട്ടി 5-6 കസേര എടുത്തിട്ട് മുറ്റത്ത് നിന്ന പോസ്റ്റിൻ്റെ വയറ്റിൽ ട്യൂബ്ലൈറ്റും കെട്ടിക്കൊണ്ടിരിക്കുന്നു. അന്ന് അമ്മുമ്മ വിളിച്ചത് ഇവിടെ ബീപ്പിട്ട് കേൾപ്പിക്കേണ്ടി വരും. എല്ലാം കഴിഞ്ഞപ്പോൾ രായം കൊച്ചൻ ഒരു മൂലയിൽ മാറിയിരുന്ന് നെഞ്ച് തടവിക്കൊണ്ടിരിക്കുന്നു. കൊച്ച പേടിക്കണ്ട, അമ്മുമ്മയ്ക്ക് എല്ലാം ഓക്കെ ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയണം, അതല്ലടി നാളത്തെ പത്രത്തിൻ്റെ ചരമകോളം അമ്മുമ്മ കണ്ട എന്തായിരിക്കും സ്ഥിതിയെന്ന്. കുടുംബം മൊത്തം ബീപ്പടിപ്പിക്കുമല്ലോ ഈശ്വരൻ. എന്തിനും ഏതിനും പാരസെറ്റമോളേ എന്ന് വിളിച്ചിരുന്നൊരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പം ഏതെങ്കിലും ഒരു അസുഖത്തിന് മരുന്ന് കഴിച്ചാൽ അത് മറ്റുള്ളവയ്ക്കെല്ലാം വിഷമായി പോകുന്നുള്ളവരെ പോലെയാണ്. പണി അറിഞ്ഞൂടാത്ത ഇലക്ട്രീഷ്യനെ കൊണ്ട് വീടിൻ്റെ ഇലക്ട്രീഷ്യൻ പണിയെല്ലാം കഴിച്ചിട്ട് ട്യൂബ്ലൈറ്റ് ഇടുമ്പം അങ്ങ് മൂലമറ്റത്തെ ട്രാൻസ്ഫോമർ വരെ അടിച്ചു പോയി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരവസ്ഥ. അറ്റാക്കിന് മരുന്ന് കഴിച്ചാൽ അത് ലിവറിന് പിടിക്കില്ല. അപ്പം നമ്മൾ ലിവറിന് കഴിക്കുമ്പം അത് കിഡ്നിക്ക് പിടിക്കില്ല. അപ്പം നമ്മൾ കിഡ്നിക്ക് കഴിക്കുമ്പം അത് ചട്നിക്ക് പിടിക്കില്ല. ഇനി ഈ വക കാര്യങ്ങൾക്കെല്ലാം എഴുതി തന്ന ഡോക്ടറിന് പിടിക്കില്ല. അവസാനം എഴുതി തരേണ്ട ഡോക്ടറിനും ഇവർക്കും എല്ലാം സമ്മതമായിട്ടുള്ള ഒരു മരുന്ന് കഴിക്കാന്ന് വെച്ചാൽ അത് നമ്മളെ വയറ്റിന് പിടിക്കില്ല. പിന്നെ മഞ്ഞുമൽ ബോയ്സിലെ ചന്തു പറഞ്ഞ പോലെ ഡാ ലൂസടിയടാ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഒറ്റ ഓട്ടവും. ഈ മരുന്നിൻ്റെയൊക്കെ ഉറവിടം തേടിപ്പോയാൽ നമ്മൾ ഈ പ്രസാദം ഉണ്ടാക്കണ ബംഗാളികളെക്കാളും കഷ്ടമാണ്. തൂത്തുക്കുടിയിലെ സെൽവണ്ണ ഉണ്ടാക്കിയ ചുമക്കുള്ള മരുന്ന് രാജസ്ഥാനിലെ കബീർ സിംഗ് വഴി കേരളത്തിലെ പുരുഷമാമ വാങ്ങിച്ച് മക്കൾക്ക് കൊടുക്കും. പിന്നെ ചുമ്മാരിക്കണ കഫ് സിറപ്പിന് കാലൻ എന്ന് പേര്. ഇനി എന്ന് നമ്മൾ ഡോക്ടർമാർ എഴുതി തരുന്ന കുറിപ്പടികൾ വായിക്കാൻ പഠിക്കുന്നു അന്നേ നമുക്ക് രക്ഷയുള്ളൂ. ഈ ECG റിസൾട്ട് പോലെ ഇരിക്കുന്ന തുണ്ടും കൊണ്ട് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി അവർ തരുന്ന മരുന്ന് വാങ്ങിച്ച് പൊട്ടിച്ചടിച്ച് കുടിക്കണവരാണ് നമ്മളല്ലേ. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയോ? നമ്മൾ ഏത് ക്ലിനിക്കിലാണോ പോണേ അവിടെ എഴുതുന്ന മരുന്ന് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ, വേറൊരിടത്തും കിട്ടൂല എന്നുള്ളതാണ് പ്രത്യേകത. രാവിലെ നമ്മൾ പോയി കഷ്ടപ്പെട്ട് ടോക്കൺ എടുത്ത് ക്യൂ നിന്ന് ഡോക്ടറിൻ്റെ അടുത്തെത്താറാവുമ്പം നല്ല ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി നല്ല ചുള്ളൻ ചേട്ടന്മാർ ഇടിച്ചു കുത്തി അങ്ങോട്ടൊരു കയറി ഒരു പോക്കുണ്ട്.
സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രാക്ക് കിട്ടുന്ന ഒരു ജോലി ഈ മെഡിക്കൽ റപ്പായിമാർക്കുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതുങ്ങളും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും അറിയാതെ ചില സമയത്ത് അങ്ങോട്ട് പ്രാഗിപ്പോവും. ഇവർ കൊടുക്കുന്ന ഫ്രീ സാമ്പിൾ മുൻപിൻ നോക്കാതെ തൊട്ടടുത്ത് പറഞ്ഞ പേഷ്യൻസിന് പുതിയ മരുന്നുകളായിട്ട് കൊടുത്തു തുടങ്ങും. അല്ല, ഈ ഫ്രീ കിട്ടുന്ന സാമ്പിൾ ഒന്ന് ജസ്റ്റ് പൊട്ടിച്ച് വായിലോട്ടൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് വേണ്ടേ കൊടുക്കാനുള്ളത്? അതല്ലേ ഡോക്ടർമാരെ, എനിക്ക് അപ്പോഴേ ഉള്ളൊരു ഡൗട്ടാണ്. നിങ്ങൾക്ക് ഈ ആശുപത്രി അധികൃതരോടാണോ അതോ ഈ മരുന്ന് കമ്പനിക്കാരോടാണോ അതോ മുന്നിൽ വന്നിരിക്കുന്ന രോഗിയോടാണോ കൂറ് വേണ്ടത്? ശമ്പളം തരുന്നവരോട് കുറച്ച് വേണം, നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങളെ മാത്രം വിശ്വസിച്ച് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യണം നമ്മളോട് ഒരു ഇത്തിരി കൂറൊക്കെ വേണ്ടേ? എല്ലാവരും വേർതിരിച്ച് കണ്ടിരുന്ന 90s 2K കിഡ്സിൻ്റെയൊക്കെ ഒരുമിച്ചുള്ള ഒരു ആസ്വദിച്ചൊരു കാലം എന്ന് പറഞ്ഞാൽ അത് കൊറോണ കാലമാണ്. ഏതാണ്ട് മാവേലി നാടുവാണിടും കാലം എന്ന് പറഞ്ഞ പോലെ. അപ്പോഴൊക്കെ എന്തായിരുന്നു, ഒരു പേപ്പറും പേന എടുത്തിരുന്നുണ്ട്. തിരുവനന്തപുരം 26, കൊല്ലം 13, കോട്ടയം 12 കൊറോണയുടെ കണക്കേ. എന്നിട്ട് റൂട്ട് മാപ്പ് വെച്ചിട്ട് കുടുംബം കലക്കിയിരിക്കണം. എന്തിനും ഒരു പഴം വാങ്ങിക്കാൻ പോയി ചെറുക്കനെ അറഞ്ചാം പുറഞ്ച് എടുത്തിട്ട് അടിച്ചത്. ആലോചിക്കുമ്പോൾ എന്തൊക്കെ എല്ലാം ഭയങ്കര നൊസ്റ്റു. പാല് വാങ്ങിക്കാൻ പോയി എൻ്റെ മനോരമാവിൻ്റെ മൂക്കിൽ പന്തം കുത്തി കയറ്റിയിട്ട് നേരെ പൊക്കി എടുത്തുകൊണ്ട് 28 ദിവസം ക്യാമ്പിൽ. പാരസെറ്റമോൾ എന്നൊരു പേപ്പറിൽ എഴുതി കാണിച്ചെങ്കിൽ കൊറോണ ചൈനയിൽ എത്തിയേനെ. മാമ വരാത്തോണ്ട് ചായ കുടിക്കാതെ കാത്തിരുന്ന എൻ്റെ മാമി മാത്രം മതി. പക്ഷെ പോകെ പോകെ ഈ ദൃശ്യം സിനിമയുടെ വേരിയൻറ്റ് പോലെയാണ്. കൊറോണ 1, 2, 3 എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വലിയ വിലയില്ലാതെ അതോടുകൂടി ഈ മരുന്ന് കമ്പനിക്കാർ വീണത് നിർത്തി. പിന്നെ അവർ വേറൊരു ഐഡിയ എടുത്ത് ഈ കൊറോണയുടെ വാക്സിൻ്റെ ദോഷവശങ്ങളെന്നും പറഞ്ഞു. അത് കേട്ട് ഞെട്ടാൻ നമ്മൾ. സത്യം പറഞ്ഞാൽ വല്ല പാങ്ങും ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ ആ പനിയൊക്കെ അമേരിക്കയിൽ കൊണ്ടുപോയി കാണിക്കുകയുള്ളൂമായിരുന്നു. പിന്നെ എല്ലാവർക്കും ദൈവം കൊടുത്തൊന്നും വയ്ക്കൂലല്ലോ അല്ലേ? പക്ഷെ മരുന്നിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ അടിപൊളിയാണ് കേട്ടോ. സർക്കാർ ആശുപത്രി പോയ ഒരു ദിവസത്തെ ലീവും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയ ഹാഫ് ഡേ ലീവും അങ്ങ് പോകും. പക്ഷേ ഒരു ദിവസത്തെ ശമ്പളം കളയണതാണ് നല്ലത്. മറ്റവിടെ ആണെങ്കിൽ നമ്മുടെ 1 മാസത്തെ ശമ്പളം കളയേണ്ടി വരും. സാധാരണക്കാർക്ക് ഇപ്പോൾ സർക്കാർ ഭയങ്കര കെയറിങ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഗർഭിണിയായപ്പം എൻ്റെ കെട്ടിയവനേക്കാളും സന്തോഷമായിരുന്നു ഞങ്ങളുടെ ആശാ വർക്കർക്ക്. ഡെയിലി വരണു, ആഹാരം കഴിപ്പിക്കണു, അയണിൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ ഗുളിക കഴിപ്പിക്കണു, ചിരട്ടയിലും പാത്രത്തിൽ വരുന്ന വെള്ളമൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഇനി എടുത്ത് കമത്താൻ കിണറ്റിലെ വെള്ളം മാത്രമേ ഉള്ളൂ. ആ രീതിക്കുള്ള കെയറിങ് ആയിരുന്നു. അവസാനം പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്രസവം നിർത്താൻ പോവുകയാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പം അത് വേണോ വിദ്യയെന്ന്. ചേച്ചിക്കായിരുന്നു ഇത്രയും വിഷമം. സ്കൂളിലോ മരുന്നിനേക്കാൾ നല്ലതാണ് ആരോഗ്യമെന്ന് കുഞ്ഞുങ്ങളെ ഇപ്പോഴേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 1 ദിവസം മുട്ട, 2 ദിവസം പാല്, ഫോളിക് ആസിഡിൻ്റെ ഗുളിക, ആഴ്ചയിൽ 1 ദിവസം മുട്ടയെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറുത് ബാക്കി ആഴ്ചയിലുള്ള ബാക്കി മുട്ടകളെല്ലാം പേപ്പറിൽ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ലോകത്തിലെ ചില അസുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടിതരും. ചില ഞരമ്പന്മാരെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയണ പോലെ. പക്ഷെ ചില അസുഖങ്ങളുണ്ട് വീടിൻ്റെ ആധാരം വരെ പണയം വെച്ച് കഴിയുമ്പോഴായിരിക്കും വന്ന് സാറ്റടിച്ചിട്ട് പോണത്. ഇനി പിള്ളേരുള്ള വീട്ടിലെ അമ്മമാരൊക്കെ ഒരു മിനി പീഡിയാട്രീഷ്യൻ ആയിരിക്കും. അപ്പുറത്തെ വീട്ടിലുള്ളവർക്കൊക്കെ വയ്യാതായി ഓടി എൻ്റെ വീട്ടിലാണ് വരണം മരുന്നിന്. ഞാനാണല്ലോ ഒരു ഷോക്കേസ് കെട്ടി വെച്ചിട്ട് ചെറിയ തോതിൽ മെഡിക്കൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നവൾ. ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്തെന്നറിയോ? വിശ്വസിച്ച് വാങ്ങി കഴിക്കുന്ന ഫുഡിൽ മായം ചേർക്കുന്നതാണ്. അതിനേക്കാളും വലിയ പാപം എന്ന് പറയുന്നത് ഇതൊക്കെ വല്ലതും കഴിച്ച് നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അതിന് മരുന്നായിട്ട് വാങ്ങിക്കുന്നതിൽ കൊള്ള ലാഭം മാത്രം കച്ചവടമായി കരുതിയിട്ട് കള്ളത്തരം കാണിക്കുന്ന ക്രിമിനൽസാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ മരുന്നെന്ന് വിശ്വസിച്ച് വിഷം വാങ്ങി കൊടുക്കുകയും അതും സ്വന്തം അച്ഛനമ്മമാർ മക്കൾക്ക് കൊടുത്ത് കൊല്ലേണ്ടി വരുന്നുള്ള ഒരവസ്ഥയില്ലേ, അത് ഇച്ചിരി കൂടിയ പാപമല്ലേ? ഓർത്താൽ